കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ട ആ ഭാഗം ഒന്നുകൂടി കേട്ട് നമുക്ക് മുന്നോട്ട് പോകാം. പാടിപ്പുകഴ്ത്തുവാൻ ഏറ്റവും യോഗ്യമായ യശസ്സോടുകൂടിയ ഭഗവാനെ, ഭഗവാന്റെ യശസ്സാണ് പാടിപ്പുകഴ്ത്തപ്പെടേണ്ടതായിട്ടുള്ളത്. പാടിപ്പുകഴ്ത്തുവാൻ ഏറ്റവും യോഗ്യമായതും ഭഗവാന്റെ യശസ്സാണ്. ഏറ്റവും ശ്രേഷ്ഠമായത് അതാണ്. നമ്മൾ പാടിപ്പുകഴ്ത്തുകയാണെങ്കിൽ അത് ശ്രേഷ്ഠമായ, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് ഏറ്റവും ശ്രേഷ്ഠമായത് ആയിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കും. അപ്പോൾ പാടിപ്പുകഴ്ത്താൻ ആഗ്രഹിക്കുകയാണ് ആരെയെങ്കിലും എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഭഗവാനെ മാത്രമേ പാടിപ്പുകഴ്ത്തുവാൻ പാടുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ യശസ്സു മാത്രമേ പാടിപ്പുകഴ്ത്തുവാൻ യോഗ്യമായതായിട്ട് ഉള്ളൂ. പാടിപ്പുകഴ്ത്തുവാൻ ഏറ്റവും യോഗ്യമായ യശസ്സോടു കൂടിയ ഭഗവാനെ അനിയന്ത്രിതമായ വിഷയാശ മൂലം പരമാർത്ഥജ്ഞാനം സമ്പാദിക്കാനുള്ള മാർഗത്തെ വിസ്മരിച്ചിരിക്കുന്ന കുയോഗികളായ ഞങ്ങള് അതായത് പൃഥു മഹാരാജാവ് അടക്കമുള്ള ഞങ്ങള് കുയോഗികളാണ്. ഞങ്ങള് ഒന്നായി തീരുവാൻ ആഗ്രഹിക്കുന്നു, ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ആ യോഗം നേരായ വഴിയിലുള്ളതുമായിട്ടല്ല. ഞങ്ങളുടെ യോഗം എന്തുമായിട്ടായിരിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വിഷയാശ മൂലം പരമാർത്ഥജ്ഞാനം വിഷയാശ മൂലം ആണ് ഞങ്ങൾ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നത്. അതായത് വിഷയങ്ങളുമായിട്ടാണ് ഞങ്ങൾ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നത്. അല്പമായതുമായിട്ട് ഒന്നായി തീരുവാൻ, അല്പമായതുമായിട്ട് ബന്ധം സ്ഥിരപ്പെടുത്തുവാൻ ആണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ കുയോഗികളാണ് എന്ന് പറയുന്നത്. യോഗം എന്ന വാക്കിനെ ഒന്നിച്ച് ചേർക്കുക എന്നർത്ഥമെടുത്താൽ നമ്മൾ ഒന്നിച്ച് ചേരാൻ ആഗ്രഹിക്കുന്നത് വിഷയങ്ങളുമായിട്ടാണ്. ആ വിഷയാശയാകട്ടെ അനിയന്ത്രിതമാണ്. അതിന് നിയന്ത്രണമൊന്നുമില്ല. നമ്മൾ വിചാരിച്ചാലൊന്നും അതിനെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. കാരണം എന്താ? അത് മായാശക്തിക്ക് അധീനമായിട്ടാണ്. മായാശക്തിയാണ് നമ്മളെ പരിമിതപ്പെടുത്തി നിർത്തിയിരിക്കുന്നത്. പരിമിതമായിട്ടുള്ള വിഷയങ്ങളുമായിട്ട് ഒന്നായി തീരുവാനുള്ള ആശ നമ്മളിൽ ജനിപ്പിക്കുന്നതും മായാശക്തിയാണ്. അതുകൊണ്ട് അനിയന്ത്രിതമാണ്. അതിൻ്റെ മുകളിൽ നമുക്ക് നിയന്ത്രണം വെക്കാൻ പറ്റില്ല. നിയന്ത്രണം വെച്ചാൽ അത് വേറെ രൂപത്തിൽ പൊങ്ങി വരും. അത് രോഗങ്ങൾക്കിടയാക്കുകയും ചെയ്യും. അതായത് നമുക്ക് ഈ പരിമിതമായതിനോടുള്ള ആഗ്രഹത്തെ നിയന്ത്രിക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ അത് മറ്റു പല രൂപങ്ങളിലും വേഷം പകർന്ന് ആടി വരും. അല്ലെങ്കിൽ അത് രോഗത്തിൻ്റെ രൂപത്തിൽ പുറത്തു വരും. അനിയന്ത്രിതമായതാണ് വിഷയാശ. അതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. കാരണം അത് മായാശക്തിക്ക് വിധേയമായിട്ട് സംഭവിക്കുന്നതാണ്. അനിയന്ത്രിതമായ വിഷയാശ മൂലം പരമാർത്ഥജ്ഞാനം സമ്പാദിക്കാനുള്ള മാർഗത്തെ വിസ്മരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് കുയോഗികള്. സുയോഗികള് ഏതുമായിട്ടാണ് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുക? പരമമായതുമായിട്ടാണ് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുക. അതിനെന്ത് വേണം? പരമമായതിനെ കുറിച്ചിട്ടുള്ള അറിവ് വേണം. പരമാർത്ഥജ്ഞാനം സമ്പാദിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകണം. പരമാർത്ഥജ്ഞാനം സമ്പാദിക്കുമ്പോഴാണ് പരമമായതുമായിട്ട് ഒന്നായി തീരുവാനുള്ള ആഗ്രഹം ഉണ്ടാവുക. അപ്പം ഈ അല്പമായ പലതിനോടും അനിയന്ത്രിതമായിട്ടുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് ഇല്ലാതായി പോകുന്നത് എന്താ? പരമാർത്ഥജ്ഞാനം സമ്പാദിക്കാനുള്ള വഴികളാണ് ഇല്ലാതായി പോകുന്നത്. അങ്ങനെ പരമാർത്ഥജ്ഞാനം സമ്പാദിക്കാനുള്ള വഴികൾ ഇല്ലാതായി പോകുന്നവരെയാണ് കുയോഗികൾ എന്ന് വിളിക്കുന്നത്. അനിയന്ത്രിതമായ വിഷയാശ മൂലം പരമാർത്ഥജ്ഞാനം സമ്പാദിക്കാനുള്ള മാർഗത്തെ വിസ്മരിച്ചിരിക്കുന്ന കുയോഗികളായ ഞങ്ങൾക്ക് വീണ്ടും ജ്ഞാനലബ്ധിക്കുതകുന്ന വിധത്തിൽ അവിടുത്തെ പരമപ്രീതിക്ക് പാത്രമായിട്ടുള്ള ഭക്തശ്രേഷ്ഠന്മാരുടെ മുഖത്തിൽ നിന്നും ആവിർഭവിക്കുന്നതും അങ്ങയുടെ പാദാംഭോജത്തിൽ നിന്നുള്ള അമൃതകണങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ കാറ്റിന് ശേഷിയുണ്ട് എന്നുള്ളത് കൊണ്ട് ആ കഥകൾ കേൾക്കാനും ആസ്വദിക്കാനുമുള്ള ആഗ്രഹവും ശ്രദ്ധയും എനിക്ക് നൽകിയാലും. അപ്പൊ അതിനെന്താ ഒരു പരിഹാരം? ഈ അനിയന്ത്രിതമായ വിഷയ ആശയിൽ നിന്ന്
രക്ഷപ്പെട്ട് പരമാർത്ഥജ്ഞാനം സമ്പാദിക്കാനുള്ള മാർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ എന്താണ് മാർഗം? ഭഗവാന്റെ കഥകൾ കേൾക്കുക. ഈ കഥകൾ ഓരോന്നും പലതരത്തിലുള്ള തത്വങ്ങളെ ഉൾക്കൊള്ളുന്നതാണ്, സാധനാ സമ്പ്രദായങ്ങളെ വിശദീകരിക്കുന്നതാണ്. അപ്പോൾ ആ കഥകൾ ആവർത്തിച്ച് കേട്ടാൽ പല തലത്തിലുള്ള അർത്ഥങ്ങളും വെളിപ്പെട്ടു വരും. അത് മുന്നോട്ട് പോകുവാൻ സഹായിക്കും, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കും. അതുകൊണ്ട് ആ ഭഗവത് കഥകൾ കേൾക്കാൻ ഇടയാകണേ എന്നുള്ളതാണ്. ഈ ഭഗവത് കഥകള് കഥ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദവും ഉണ്ടാകും. അപ്പോൾ കേൾക്കുന്ന മാത്രയിൽ തന്നെ പരമമായ അനുഭവത്തിൻ്റെ ഒരല്പം അനുഭവിക്കുവാനും ഇടയാക്കുന്നതാണ് ഈ ഭഗവാനെ കുറിച്ചിട്ടുള്ള കഥകൾ. കാരണം സച്ചിദാനന്ദ സ്വരൂപിയാണ് ഭഗവാൻ. ആ ഭഗവാന്റെ ആനന്ദ സ്വരൂപത്തെ കേൾക്കുന്ന മാത്രയിൽ തന്നെ അനുഭവിക്കുവാൻ ഇടയാക്കുന്നതാണ് ഭഗവത് കഥാമൃതം. അത് കേൾക്കുവാൻ ഇടയാക്കണേ, അതിനുള്ള അനുഗ്രഹം തരണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ കുയോഗികളായ ഞങ്ങൾക്ക് പരമാർത്ഥജ്ഞാനത്തെ സമ്പാദിക്കാനുള്ള മാർഗത്തെ വിസ്മരിപ്പിക്കുന്ന തരത്തിൽ വിഷയങ്ങളോട് അനിയന്ത്രിതമായ ആശയോടുകൂടിയ ഞങ്ങൾക്ക് വീണ്ടും ജ്ഞാനലബ്ധിക്കുതകുന്ന വിധത്തിൽ അവിടുത്തെ പരമപ്രീതിക്ക് പാത്രമായിട്ടുള്ള ഭക്തശ്രേഷ്ഠന്മാരുടെ മുഖത്തിൽ നിന്നും ആവിർഭവിക്കുന്നതും. ഇപ്പൊ സാധാരണ ഒരാളുടെ മുഖത്ത് നിന്ന് ആവിർഭവിക്കുന്നത് കേട്ടിട്ട് കാര്യമില്ല. അവിടുത്തെ പരമപ്രീതിക്ക് പാത്രമായിട്ടുള്ള ഭക്തശ്രേഷ്ഠന്മാരുടെ മുഖത്തിൽ നിന്ന് ആവിർഭവിക്കുന്നത്. ഭഗവത് പ്രീതി ഉള്ളവരുടെ മുഖാരവിന്ദങ്ങളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന വാക്കുകൾ കേൾക്കാൻ ഇടയാകണേ. അല്ലാതെ നല്ലവണ്ണം കഥ പറയുന്ന ഒരാളിൽ നിന്ന് ഈ കഥ കേൾക്കണേ എന്നല്ല പറഞ്ഞത്. ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയവരുടെ മുഖാരവിന്ദത്തിൽ നിന്ന് ഈ കഥകൾ കേൾക്കുമ്പോൾ ആ കഥകൾ നമ്മളറിയാതെ നമ്മളെ സ്വാധീനിക്കും. കാരണം അവരുടെ വാക്കുകൾ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഭാഗവതാദി ശ്രവണങ്ങള് സാധാരണയായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് കേട്ടത് കൊണ്ട് വലിയ മാറ്റമൊന്നും ഉണ്ടാവുകയില്ല. അത് കേൾക്കുകയാണെങ്കിൽ അവിടുത്തെ പ്രീതിക്ക് പാത്രമായിട്ടുള്ള ഭഗവാന്റെ പ്രീതിക്ക് പാത്രമായിട്ടുള്ള ഭക്തശ്രേഷ്ഠന്മാരുടെ മുഖത്തിൽ നിന്ന് തന്നെ അത് കേൾക്കണം. അങ്ങനെ കേട്ടാൽ ആ മുഖത്തിൽ നിന്ന് അപ്പൊ അങ്ങനെയുള്ള ആ മുഖകമലത്തിന്റെ പ്രത്യേകത എന്താ? അവിടുത്തെ പരമപ്രീതിക്ക് പാത്രമായിട്ടുള്ള ഭക്തശ്രേഷ്ഠരുടെ പ്രത്യേകത എന്താ? അങ്ങനെയുള്ള ഭക്തശ്രേഷ്ഠരുടെ മുഖത്തിൽ നിന്ന് ആവിർഭവിക്കുന്നതും അങ്ങയുടെ പാദാംഭോജത്തിൽ നിന്നുള്ള അമൃതകടങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ കാറ്റിന് ശേഷിയുണ്ട് എന്നുള്ളത് കൊണ്ട് അവരുടെ മുഖാരവിന്ദത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന വാക്കുകൾ അവിടെ നിൽക്കട്ടെ. ആ കാറ്റിന്, ആ വാക്കുകളെ വഹിച്ചു കൊണ്ടുവരുന്ന കാറ്റിന് പോലും ശേഷിയുണ്ട്. എന്തുകൊണ്ടാണ്? ഭക്തശ്രേഷ്ഠരുടെ മുഖാരവിന്ദങ്ങളിൽ നിന്ന് അവര് നിശ്വസിക്കുന്ന വായുവിന് ശ്രേഷ്ഠതയുണ്ടാകാൻ കാരണം എന്താണ്? അത് അങ്ങയുടെ പാദാംഭോജത്തിൽ നിന്നുമുള്ള അമൃതകണങ്ങളെ ഉൾക്കൊള്ളുന്നതാണ്. ഇവര് സദാസമയം ആ ഭഗവത് ഭക്തിയിൽ ലീനരാണ് എന്നുള്ളത് കൊണ്ട് ഇവരുടെ നിശ്വാസത്തിൽ പോലും ആ ഭക്തിയുടെ അംശം ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള ഭക്തശ്രേഷ്ഠരുടെ മുഖത്തിൽ നിന്നും ആവിർഭവിക്കുന്നതും അങ്ങയുടെ പാദാംഭോജത്തിൽ നിന്നുള്ള അമൃതകണങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ കാറ്റിന് ശേഷിയുണ്ട് എന്നുള്ളത് കൊണ്ട് ആ കഥകൾ കേൾക്കാനും ആസ്വദിക്കാനുമുള്ള ആഗ്രഹവും ശ്രദ്ധയും എനിക്ക് നൽകിയാലും അത് വെറുതെ ഉണ്ടാവില്ല. ശ്രേഷ്ഠരായവരുടെ മുഖാരവിന്ദങ്ങളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന കാറ്റിൽ ഭഗവത് പാദാംഭോജത്തിൽ നിന്നുള്ള അമൃതകണങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ വാക്കുകളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. അത് ആ കാറ്റടിച്ചാൽ പോലും മാറ്റമുണ്ടാകും.
ആ കഥകൾ കേൾക്കാനും, അപ്പൊ കാറ്റ് മാത്രമല്ല, ആ കഥകൾ കേൾക്കാനും ആസ്വദിക്കാനുമുള്ള ആഗ്രഹവും ശ്രദ്ധയും എനിക്ക് നൽകിയാലും അത് സ്വപ്രേരണ കൊണ്ട് ഉണ്ടാവില്ല. നമ്മളത് സ്വയം വിചാരിച്ചാൽ ഉണ്ടാവില്ല. അത് കേൾക്കാനുള്ള ആഗ്രഹം നമുക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ അനുഗ്രഹിക്കണം. ഭഗവാൻ അനുഗ്രഹിച്ചാൽ മാത്രമേ ഭഗവത് കഥാമൃതം കേൾക്കാനുള്ള ആഗ്രഹം ഉണ്ടാവുകയുള്ളൂ. ആ അനുഗ്രഹത്തിന്റെ ഊക്കുകൊണ്ട് മാത്രമേ അതിൽ ശ്രദ്ധയും ഉണ്ടാവുകയുള്ളൂ. അത് എനിക്ക് നൽകിയാലും എനിക്ക് ആ വരം മാത്രം മതി, മറ്റൊന്നും വേണ്ട. എന്താ കാരണം? അല്പമായതിനേക്കാൾ പ്രധാനമാണ് അനൽപമെന്ന് ചുരുങ്ങിയ കാലഘട്ടത്തിലെ ജീവിതം കൊണ്ട് ഞാൻ തിരിച്ചറിഞ്ഞു. ആ അനൽപമായതിനെ പ്രാപിക്കുവാനുള്ള ഏറ്റവും നല്ല വഴി അവിടുത്തെ കഥാമൃത ശ്രവണമാണ് എന്നും ഞാൻ അറിയുന്നു. ശാസ്ത്ര പഠനം എന്നൊക്കെ പറയുന്നത് കുറച്ചു കാലം കഴിഞ്ഞാൽ വിരസത ഉണ്ടാക്കാം. പക്ഷെ കഥാശ്രവണം ഒരിക്കലും വിരസതയെ ഉണ്ടാക്കുന്നില്ല. ആ കഥ, ഒരേ കഥ പലപ്പോഴായിട്ട് കേട്ടാൽ പല തലത്തിൽ ഉള്ള അർത്ഥങ്ങളെ അത് വെളിപ്പെടുത്തും. നമ്മൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അർത്ഥതലങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ കഥകൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത് വരെ നമുക്ക് മാർഗദർശകങ്ങളായിരിക്കും. ഒരു കഥ ഒരിക്കൽ കേട്ടാൽ അതിൻ്റെ അർത്ഥം തീരുന്നില്ല. അത് പിന്നെയും പിന്നെയും വ്യത്യസ്ത അർത്ഥതലങ്ങളെ വെളിപ്പെടുത്തി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആ കഥാമൃതം കേൾക്കാനുള്ള അനുഗ്രഹവും ആഗ്രഹവും ശ്രദ്ധയും എനിക്ക് നൽകിയാലും എനിക്ക് ആ വരം മാത്രം മതി, മറ്റൊന്നും വേണ്ട. ഉജ്ജ്വല കീർത്തിമാനായ ഭഗവാനെ, അവിടുത്തെ ഉത്തമ ഭക്തന്മാരായ മഹാത്മാക്കളുമായി സംഘമുണ്ടാകുമ്പോൾ കേൾക്കുന്നവർക്ക് പരമാനന്ദത്തെ പ്രദാനം ചെയ്യുന്ന അങ്ങയുടെ യശസ്സിനെ കുറിച്ച് ഒരിക്കലെങ്കിലും കേൾക്കാൻ ഇടവന്നാൽ കേവലം മൃഗതുല്യരായ മനുഷ്യരൊഴികെ ഗുണഗ്രാഹികളായ മറ്റാരെങ്കിലും ആ സത്കഥ കേട്ടതു മതി എന്ന് വിചാരിക്കുമോ? അദ്ദേഹം ഭഗവാനോട് ചോദിക്കുകയാണ്, ഉജ്ജ്വല കീർത്തിമാനായ ഭഗവാനെ. ഭഗവാന്റെ കീർത്തി എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രകാശത്തെ ചൊരിയുന്നതാണ്. ഉജ്ജ്വല കീർത്തിമാനാണ് ഭഗവാൻ. അദ്ദേഹത്തിന്റെ കീർത്തി നമുക്ക് വഴികാട്ടുന്നതാണ്. ഉജ്ജ്വല കീർത്തിമാനായ ഭഗവാനെ, അവിടുത്തെ ഉത്തമ ഭക്തന്മാരായ മഹാത്മാക്കളുമായി സംഘമുണ്ടാകുമ്പോൾ, അങ്ങനെ സംഘമുണ്ടാകണമെങ്കിൽ ഭഗവാന്റെ ഉത്തമ ഭക്തന്മാരായ മഹാത്മാക്കളുമായിട്ട്, ഭഗവത് ഭക്തന്മാരുമായിട്ട് സംഘമുണ്ടാകണമെങ്കിൽ തന്നെ ഈശ്വരാനുഗ്രഹം ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ കേൾക്കുന്നവർക്ക് പരമാനന്ദത്തെ പ്രദാനം ചെയ്യുന്ന അങ്ങയുടെ യശസ്സിനെ കുറിച്ച്, അത് കേൾക്കുന്ന മാത്രയിൽ തന്നെ ആനന്ദത്തെ പ്രദാനം ചെയ്യും. ആ ആനന്ദം സച്ചിദാനന്ദ സ്വരൂപിയുടെ ആനന്ദാംശമാണ്. കേൾക്കുന്നവർക്ക് പരമാനന്ദത്തെ പ്രദാനം ചെയ്യുന്ന അങ്ങയുടെ യശസ്സിനെ കുറിച്ച് ഒരിക്കലെങ്കിലും കേൾക്കാൻ ഇടവന്നാൽ കേവലം മൃഗതുല്യരായ മനുഷ്യരൊഴികെ ഗുണഗ്രാഹികളായ മറ്റാരെങ്കിലും ആ സത്കഥ കേട്ടത് മതി എന്ന് വിചാരിക്കുമോ? മൃഗതുല്യരായ മനുഷ്യരൊഴികെ, വിഷയാശമൂലമായ അനിയന്ത്രിതമായി പെടാപ്പാടിൽപ്പെട്ടുഴറുന്നവർ ഒഴികെ. മൃഗതുല്യർ ആയ മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിങ്ച്വൽ ആയിട്ട് മാത്രം പ്രവർത്തിക്കുന്നവർ, ചിന്തയുടെ ഒരു അംശവുമില്ലാതെ വികാര വേലിയേറ്റങ്ങൾക്ക് വിധേയരായി പ്രവർത്തിക്കുന്നവർ, അവരാണ് മൃഗതുല്യർ. അവരിത് കേട്ടിട്ട് കാര്യമൊന്നുമില്ല. അല്ലാത്തവർ ഭഗവത് ഭക്ത മുഖാംബുജങ്ങളിൽ നിന്നുള്ള വാക് ശ്രവണ മാത്രയിൽ പരമാനന്ദത്തെ അനുഭവിക്കും. ആ പരമാനന്ദം എത്ര അനുഭവിച്ചാലും അവർക്ക് മതി വരുമോ? അവിടുത്തെ ഉത്തമ ഭക്തന്മാരായ മഹാത്മാക്കളുമായി സംഘമുണ്ടാകുമ്പോൾ, അവരുമായിട്ട് കൂടിച്ചേരുമ്പോൾ, അവരെ കാണാനിടയായാൽ, അവരെ കേൾക്കാനിടയായാൽ, അങ്ങനെയുള്ള ഭക്തരുമായിട്ട് ബന്ധപ്പെടാനിടയായാൽ
കേൾക്കുന്നവർക്ക് പരമാനന്ദത്തെ പ്രദാനം ചെയ്യുന്ന അങ്ങയുടെ യശസ്സിനെ കുറിച്ച് ഒരിക്കലെങ്കിലും കേൾക്കാൻ ഇടവന്നാൽ കേവലം മൃഗതുല്യരായ ഒഴികെ ഗുണഗ്രാഹികളായ മറ്റാരെങ്കിലും ആ സത്കഥ കേട്ടത് മതി എന്ന് വിചാരിക്കുമോ? ആ ആനന്ദം അനുഭവിക്കാൻ ഇടവന്നവർ ഒരിക്കലെങ്കിലും ആ ആനന്ദം അനുഭവിക്കുവാൻ ഇടവന്നവർ അത് മതി എന്ന് വിചാരിക്കുമോ? സുഖം ഒരിക്കൽ അനുഭവിച്ചു കഴിഞ്ഞാൽ അത് മതി എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ പരമസുഖമാണ് അനുഭവിക്കുന്നതെങ്കിൽ മൃഗതുല്യരായ മനുഷ്യരൊഴികെ അത് മതി എന്ന് ആരും പറയില്ല, ഒരിക്കലുമില്ല. മതി എന്ന് അവർ വിചാരിക്കുമോ? ഒരിക്കലുമില്ല. സകല സദ്ഗുണങ്ങളും തന്നിൽ തന്നെ സംഭരിച്ചു വെക്കണമെന്നുള്ള ആഗ്രഹത്താൽ സാക്ഷാൽ ശ്രീദേവി അവിടുത്തെ ഗുണകഥകളെ സദാ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി ദേവി എപ്പോഴും അങ്ങയോടൊപ്പം ഇരുന്നു കൊണ്ട് അങ്ങയുടെ കഥകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതെന്തിനാ ലക്ഷ്മി ദേവി ആ കഥകൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്? എല്ലാ സദ്ഗുണങ്ങളും തന്നിൽ തന്നെ സംഭരിച്ചു വെക്കണമെന്നുള്ള ആഗ്രഹത്താൽ, എല്ലാ ഗുണങ്ങളും തന്നിൽ തന്നെ ഒതുങ്ങി നിൽക്കണമെന്നുള്ള ആഗ്രഹത്താൽ ലക്ഷ്മി സാക്ഷാൽ ശ്രീദേവി അവിടുത്തെ ഗുണകഥകളെ സദാ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സർവഗുണസമ്പന്നനും സകല പുരുഷന്മാരിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠനുമായ അങ്ങയെ ലക്ഷ്മീ ദേവിയെ പോലെ തന്നെ അത്യൗത്സുക്യത്തോടെ ഞാനും ഭജിക്കുന്നു. അതുകൊണ്ട് സർവഗുണസമ്പന്നനും എല്ലാവിധത്തിലുള്ള ഗുണവൈശിഷ്ട്യങ്ങളാൽ സമ്പന്നനായിരിക്കുന്നവനും സകല പുരുഷന്മാരിലും വെച്ച് പുരികളിൽ ചെയ്യിക്കുന്ന ബോധസ്വരൂപികളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠനുമായ അങ്ങയെ ലക്ഷ്മീ ദേവിയെ പോലെ അത്യൗത്സുക്യത്തോടെ ഞാനും ഭജിക്കുന്നു. ലക്ഷ്മീ ദേവിയെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കമന്നു വീണാൽ കാൽപ്പണം, മലന്നു വീണാൽ അരപ്പണം എന്നതാണ് ഇന്ന് എല്ലാവരെയും, അവരേതു മേഖലയിലുള്ളവരാണെങ്കിലും അവരെ പ്രചോദിപ്പിക്കുന്നത് പണമാണ്. ആ പണം കിട്ടാൻ പലതരത്തിലുള്ള കാര്യങ്ങളും ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചിലർ കച്ചവടം നടത്തുന്നു, ചിലർ യാഗങ്ങൾ ചെയ്യുന്നു, ചിലർ മറ്റു പലതും ചെയ്യുന്നു. ഇതെല്ലാം പണത്തിൽ അധിഷ്ഠിതമാണ്. എല്ലാവരുടെ ലക്ഷ്യവും ലക്ഷ്മീ പ്രാപ്തിയാണ്. ആ ലക്ഷ്മിയോ, ആ ലക്ഷ്മി അത്യൗത്സുക്യത്തോടുകൂടി ഭഗവത് കഥാമൃതം സദാ ശ്രവിച്ചുകൊണ്ട് പരമാനന്ദത്തിൽ മുഴുകാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന ലക്ഷ്മീ ദേവി എന്താണോ ആഗ്രഹിക്കുന്നത് അത് ആ ആഗ്രഹം എനിക്കുമുണ്ട്, ഞാൻ അതിനെ ഭജിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് സർവഗുണസമ്പന്നനും സകല പുരുഷന്മാരിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠനുമായ അങ്ങയെ ലക്ഷ്മീ ദേവിയെ പോലെ അത്യൗത്സുക്യത്തോടെ ഞാൻ ഭജിക്കുന്നു. ലൗകികമായ മറ്റ് യാതൊരു വിധത്തിലുള്ള സമ്പദ് സമൃദ്ധിയിലും എനിക്ക് താല്പര്യമില്ല. കാരണം അവയെല്ലാം ഇന്നുണ്ടായി നാളെ ആയേക്കാവുന്നതാണ്. സ്ഥായീ ഭാവമുള്ളതല്ല. സ്ഥായീ ഭാവമുള്ള അവിടുത്തെ ഭജിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സദാ ചഞ്ചലചിത്തയായ ലക്ഷ്മീ ദേവി അചഞ്ചലമായി അങ്ങയെ ഭജിക്കുന്നത് പോലെ സദാ ക്ഷണികങ്ങളായുള്ള അനുഭവങ്ങളുടെ പന്ഥാവിലൂടെ ചരിക്കുന്ന ഞാനും അങ്ങയെ ഭജിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനും അങ്ങയെ ഭജിക്കുന്നു. ആ ലക്ഷ്മീ ദേവിയെ പോലെ അത്യൗത്സുക്യത്തോടെ അങ്ങയെ ഭജിക്കുന്നു. ഓരോ പ്രാവശ്യം ഈ കഥ കേൾക്കുമ്പോഴും പുതുതായിട്ട് കേൾക്കുന്നത് പോലെ, അതിനെ ഓർമ്മയുടെ ചെപ്പിലേക്ക് ശേഖരിച്ചു വെക്കാതെ പുതുതായിട്ട് കേൾക്കുന്നത് പോലെ കേൾക്കാൻ സാധിക്കുമ്പോഴാണ് അത്യൗത്സുക്യം ഉണ്ടാവുക. ആ അത്യൗത്സുക്യത്തോടെ ഞാൻ ഭജിക്കുന്നു. അവിടുത്തെ പാതാരവിന്ദങ്ങളെ അചഞ്ചലമായ ഭക്തിയും ആദരവോടും കൂടി സദാ ഭജിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ മഹാലക്ഷ്മിക്കും എനിക്കുമിടയിൽ സ്പർദ്ധയുണ്ടാകാതിരിക്കാൻ അവിടുന്ന് അനുഗ്രഹിച്ചാലും. അത് ആലങ്കാരികമായിട്ട് പറയുന്നതാണ്. അദ്ദേഹം പറയുകയാണ്, ചിലപ്പം ലക്ഷ്മീ ദേവിക്ക്
സ്വകാര്യ അഹങ്കാരമായിരിക്കും അങ്ങ്. എൻ്റെയും സ്വകാര്യ അഹങ്കാരം അങ്ങായി തീരുമ്പോൾ ചിലപ്പം ലക്ഷ്മി ദേവിക്കൊരു നീരസം എന്നോടുണ്ടാവാൻ സാധ്യതയുണ്ട്, ഒരു ചെറിയ സ്പർദ്ധ എന്നോടുണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിക്കും എനിക്കും ഇടയിൽ സ്പർദ്ധയുണ്ടാകാതിരിക്കാൻ അവിടുന്ന് അനുഗ്രഹിച്ചാലും, അങ്ങ് അനുഗ്രഹിച്ചാൽ സ്പർദ്ധ ഉണ്ടാവില്ല. രണ്ട് കാര്യങ്ങളാണ് ഈ പറഞ്ഞതിൽ നിന്ന് പറയണത്. ഒന്ന്, ഈ കഥ എവിടെ പാടുന്നുവോ അവിടെ ലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടാകും. ഈശ്വരൻ എവിടെയാണോ ഉള്ളത് അവിടെ സമ്പദ് സമൃദ്ധി ഉണ്ടാകും. സമ്പദ് സമൃദ്ധിക്കായിട്ട് ഈശ്വരനെ ആരാധിക്കേണ്ട ആവശ്യമില്ല. ഈശ്വരനെ ആരാധിച്ചാൽ മതി, വേണ്ടതെല്ലാം താനേ വന്നുകൊള്ളും. അതിനായിട്ട് ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടതായിട്ടില്ല. സമ്പദ് സമൃദ്ധിക്കായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യുന്നവർ അവര് പൂർണ്ണമായും ഈശ്വരനിൽ അർപ്പിതരായവരാണോ എന്നും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ അനന്യാശ്ചിന്തയൻ തോമാം എന്ന് പറഞ്ഞത്. ഭഗവത് പാദാരവിന്ദങ്ങളെ മാത്രം സദാ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് വേണ്ടതെല്ലാം താനേ വന്നുകൊള്ളും. ഈശ്വരോന്മുഖരായി മാത്രം ചിന്തിക്കുകയും ചരിക്കുകയും ചെയ്യുന്നവർക്കൊരു പക്ഷെ ദാരിദ്ര്യം വന്നേക്കാം. അങ്ങനെ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാൻ അവിടുന്ന് അനുഗ്രഹിക്കണേ എന്നാണ്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈശ്വരോന്മുഖരായി സഞ്ചരിക്കുന്നവർക്ക് വേണ്ടതെല്ലാം സമ്പദ് സമൃദ്ധികളെല്ലാം താനേ ഉണ്ടായിക്കൊള്ളും. ചിലപ്പോൾ ഈശ്വരനെ പറ്റി മാത്രം ചിന്തിക്കുകയും മറ്റു കാര്യങ്ങളിൽ ഒന്നും വ്യാപരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ദാരിദ്ര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഇല്ലാതാകണേ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആദരവോടുകൂടി സദാ ഭജിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ മഹാലക്ഷ്മിക്കും എനിക്കുമിടയിൽ സ്പർദ്ധയുണ്ടാകാതിരിക്കാൻ അവിടുന്ന് അനുഗ്രഹിച്ചാലും. അപ്പൊ അവിടുത്തെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഉറപ്പാണ്, എനിക്ക് വേണ്ടതെന്തോ അത് വന്നുകൊള്ളും. എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വരോന്മുഖമായ എൻ്റെ ചര്യയ്ക്ക് ആക്കം കൂട്ടുന്നതെല്ലാം എനിക്ക് വേണ്ടത്, അതിൽ നിന്ന് എന്നെ വ്യതിചലിപ്പിക്കുന്നതെല്ലാം എനിക്ക് വേണ്ടാത്തത്. അപ്പോൾ എനിക്ക് വേണ്ടാത്തത് താനേ ഇല്ലാതാവുകയും എനിക്ക് വേണ്ടത് വന്നു ചേരുകയും ചെയ്തുകൊള്ളും.